Hi friends, welcome to Craft and Dreams. ഇതൊരു ബോട്ടിൽ ആർട്ടിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിസ്താഷ്യൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ബോട്ടിൽ ബേസ് കോട്ട് അടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ. ഇതിന്റെ മേലിൽ നമുക്ക് വേറെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമുക്ക് പിസ്താഷ്യൽ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു കമ്പിയാണ് എടുക്കുന്നത്. നമ്മൾ ഫ്ലവർ മേക്കിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് പല തിക്നെസ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ ഷെല്ലും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യാൻ നോക്കാം പരമാവധി. ഫെവി ബോണ്ട് അതിന് യൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് കൂടുതൽ ടൈം എടുക്കും സ്റ്റിക്കായി വരാനായിട്ട്. നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഒരു 3 പിസ്താഷ്യലും കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് സൈഡിൽ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യാം, ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഒന്ന് സ്റ്റിക്ക് ചെയ്യാം. ഇവിടെയും അതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഒരു സൈഡിലും അപ്പോൾ ഒരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ബോട്ടിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സിൽവർ കളർ കൂടി ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി 3-4 എണ്ണത്തിന് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഗമ്മുള്ളതാണ്. ഇതിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഒന്ന് വലിച്ചിട്ട് ചുറ്റി കൊടുക്കാം.
ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതുപോലെ അതുപോലെ ലീഫ് കട്ട് ചെയ്ത് കുറച്ചും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ വിട്ട് കുറയ്ക്കാം. കണ്ടതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് സർഗ്രീൻ അടിച്ചു കൊടുക്കാം. ലീഫിനെല്ലാം സർഗ്രീൻ അടിച്ചു കൊടുക്കാം. എല്ലാം പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്ലവർ വെച്ച് അറേഞ്ച് ചെയ്യാം. അതിന് ശേഷം ലീഫ് കൂടി വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലവർ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്യാം. സെൻറ്ററിലൊരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു ഫ്ലവർ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാം. ഒരു യെല്ലോ ഫ്ലവർ കൊടുക്കാം. ഞാനിപ്പോൾ 2 ഫ്ലവർ കൂടി ഒന്ന് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് വേറൊരു ഫ്ലവർ കൂടി അറേഞ്ച് ചെയ്യാം. ഇതുപോലെ എല്ലാ ഫ്ലവറും വെച്ച് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ലീഫിനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓൾറെഡി ഇത് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ലീഫും കൂടി ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ജസ്റ്റ് ഒരു റെഡ് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ചാനൽ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.